ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ അപകടത്തിന് പിന്നിൽ ഐശ്വര്യയാണെന്ന് മനസ്സിലാക്കിയ ശ്യാമ ടെറസിൻ്റെ മുകളിലേക്ക് വന്നു. അവിടെ ഐശ്വര്യയെ കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആദിയും അമൃതയും അവിടേക്ക് വരുന്നു. എന്നാൽ ഐശ്വര്യ ഈ കാര്യങ്ങളൊന്നും ഏൽക്കുന്നില്ല. ഞാനിവിടെ എക്സസൈസ് ചെയ്യാൻ വന്നതാണ്. പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് നിന്നു പോയെന്നും ഐശ്വര്യ ശ്യാമയോട് പറയുന്നുണ്ട്. താഴേക്ക് ചെടിച്ചട്ടി മറിച്ചിട്ടത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ശ്യാമ ഐശ്വര്യയെ. എന്നാൽ വീണ്ടും ഒന്നും കാണാത്തതുപോലെയും ഒന്നും അറിയാത്തതുപോലെയും ഐശ്വര്യ പറയുന്നുണ്ട്, ചെടിച്ചട്ടിയോ? ഞാനോ? വാ താഴേക്ക് വാ, ചെടിച്ചട്ടി മുറ്റത്ത് വീണ് കിടപ്പുണ്ട്, അതെങ്ങനെയാ അവിടെ വന്നത് എന്ന് വീണ്ടും വീണ്ടും ശ്യാമ പറയുമ്പോൾ വീണ്ടും അറിയാത്ത ഭാവത്തിൽ, അയ്യോ ചെടിച്ചട്ടി വീണോ? നല്ലൊരു ചെടിച്ചട്ടി പോയല്ലോ. ഈശ്വര, അതിൽ കിടന്ന ചെടിക്ക് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും. പാവം ചെടി, കഷ്ടം തോന്നും. ഇടയ്ക്കേട്ട ദേഷ്യത്തോടെ ശ്യാമ ഐശ്വര്യയോട് പറയുന്നു, ആ ചെടിച്ചട്ടി ശ്രീകുട്ടിയുടെ മുകളിലേക്ക് വീണിരുന്നെങ്കിൽ അതിനേക്കാൾ കഷ്ടത്തിലായേനെ. മനഃപൂർവ്വം ആണല്ലോ അങ്ങനെയൊക്കെ ചെയ്തത്. ഇത്രയും ക്രൂരത കാണിക്കാൻ ആ പാവം കുഞ്ഞ് നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? ഐശ്വര്യ പറയുന്നു, ഞാൻ ക്രൂരത കാണിച്ചതോ? അതും ആ ശ്രീകുട്ടിയോട്? ശ്യാമയെ മനസ്സിന് വേദനിപ്പിക്കുന്നതൊന്നും പറയല്ലേ. അരുണിന്റെ മോളെന്ന് പറഞ്ഞാൽ എനിക്കും സ്വന്തം മോളെ പോലെ തന്നെയാ. ഇത് കണ്ടിട്ട് ഒട്ടും രസിക്കുന്നില്ല ശ്യാമയ്ക്ക്. ശ്യാമ പറയുന്നു, അഭിനയം മതി, സത്യം പറ, നിങ്ങൾ എന്താ ചെയ്തത്? ശ്യാമയെ ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ട്, ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സിനെ വേദനിപ്പിക്കല്ലേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഒരൊറ്റ വാശി പിടിക്കുകയാണ് ശ്യാമ, എനിക്കിപ്പോൾ സത്യം അറിയണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇത്രയും സംസാരം ഇവിടെ നടന്നിട്ടും ആദ്യം അമൃതയും ഒരു അക്ഷരം പോലും മിണ്ടാതെ അവിടെ കേട്ടോണ്ട് നിൽക്കുന്നു. ഞാൻ മനസ്സവാച ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ പറയുമ്പോഴാണ് ദേഷ്യത്തോടെ എടിയെടിയെന്ന് ആദി വിളിക്കുന്നത്. അമൃത ആദിയെ തടയുന്നുണ്ട്. എന്റെ ഈശ്വര, ഇതിന് മാത്രം പാവം ഞാൻ എന്ത് ചെയ്തു? ശ്രീകുട്ടിയുടെ തലയിൽ ചെടിച്ചെട്ടിഞ്ഞ് മനഃപൂർവ്വം വലിച്ചിട്ടെന്നോ? ഈ പാവത്തിനെ ഇങ്ങനെ സംശയിക്കുന്നല്ലോ ഭഗവാനെ. ഞാൻ സത്യം എങ്ങനെയാ തെളിയിക്കേണ്ടത് ഒന്നും ഞാൻ അറിഞ്ഞതല്ലല്ലോ ദൈവമേ എന്നൊക്കെ ഐശ്വര്യ അവരോട് പറയുമ്പോൾ ഒന്നും ദേഷ്യത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. ഒടുവിൽ ഐശ്വര്യയുടെ കൈകളിലേക്ക് പിടിച്ച് നോക്കുകയാണ് ശ്യാമ. സത്യം മനസ്സിലായല്ലേ ഞാനല്ല ചെയ്തതെന്ന്? എന്നോട് മാപ്പൊന്നും പറയണ്ട, സാരമില്ല എന്ന് ഐശ്വര്യ ശ്യാമയോട് പറയുന്നുണ്ട്. ശ്യാമ ഐശ്വര്യയുടെ ആ കൈകൾ പിടിച്ച് നോക്കുകയാണ്. അതിനാൽ ആ കൈകളിൽ രണ്ടും കുറച്ച് മണ്ണൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ മണ്ണെങ്ങനെയാ എൻ്റെ കയ്യിൽ വന്നതെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ ചോദിക്കുന്നു, അതാ ഞാനും ചോദിക്കുന്നത്. ചെടിച്ചട്ടിയിൽ പറ്റിയിരിക്കുന്ന മണ്ണ് ഏടത്തിയുടെ കയ്യിൽ എങ്ങനെയാ വന്നത്? അതാണേ, ഈ മണ്ണ ഇങ്ങനെ എൻ്റെ കയ്യിൽ വന്നത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല ശ്യാമേ എന്ന് വീണ്ടും അഭിനയിക്കുകയാണ് ഐശ്വര്യ. ദേഷ്യത്തോടെ ശ്യാമ പറയുന്നു, ശ്രീകുട്ടിയെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ ഇത്? എടി സത്യം പറയടി എന്ന് ആദി. ദേ ഇപ്പൊ നോക്കിയ ഒന്നിനും തെളിവില്ല എന്ന് ആ മണ്ണെല്ലാം കയ്യിൽ നിന്ന് തട്ടി തൂത്തിട്ട് ഐശ്വര്യ കാണിക്കുന്നുണ്ട്. തെളിവില്ല എന്ന്, നടന്നതിന് തെളിവില്ല എന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ ഐശ്വര്യ പോകാൻ തോക്കുന്നു. ഐശ്വര്യ അവിടെ നിന്നേ എന്ന് ആദി. ഞാനെന്തിനു നിൽക്കണം? വിളിക്കുമ്പോൾ നിൽക്കാൻ ഞാനെന്താ നിങ്ങളുടെ അടിമയാണോ? അല്ലല്ലോ. വെറുതെ പ്രഷർ കയറ്റണ്ട. എന്നെ തൊട്ടാൽ സ്ത്രീ പീഡനം അറിയാലോ, പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഓർത്തോ എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ എടി നിന്നെ എന്ന് പറഞ്ഞ ആദ്യം ഐശ്വര്യ അടിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ അമൃതയും ശ്യാമയും കൂടി ആദ്യയെ തടയുന്നുണ്ട്. അത്രയൊക്കെ ചെയ്തിട്ടും യാതൊരു കൂസലമില്ലാതെ നിൽക്കുകയാണ് ഐശ്വര്യ. 3 പേരും വളരെ ദേഷ്യത്തോടെ തന്നെയാണ് ഐശ്വര്യയെ നോക്കുന്നത്. ശേഷം ഐശ്വര്യ അവിടെ നിന്ന് പോയി. ഒന്നിനും തെളിവില്ലല്ലേ, അപ്പോൾ എല്ലാത്തിനും തെളിവ് വേണം. ശരി നോക്കാം എന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് താഴേക്ക് വന്നു ആ ടേബിളിൽ ചെയറിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് ഐശ്വര്യ ചെയ്യുന്ന ആ രംഗം ഒന്നുകൂടി ആലോചിക്കുകയാണ് ശ്യാമ പെട്ടെന്ന് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ ചെടിച്ചട്ടി ഐശ്വര്യ ശ്രീകുട്ടിയുടെ മുകളിലായിട്ട് എറിഞ്ഞു പൊട്ടിച്ചേനെയായിരുന്നു. പിന്നെ ഐശ്വര്യ അവിടെ നിന്നും പുറത്തു വരുന്നത് കൈകളിൽ മണ്ണ് പറ്റിയിരിക്കുന്നതുമെല്ലാം ശ്യാമ ഒന്നുകൂടി ഓർത്തു നോക്കുന്നുണ്ട്. പിന്നെ ഐശ്വര്യയുടെ ആ വെല്ലുവിളിയും അമൃതയും ആദ്യം ശ്യാമയുടെ അരികിലേക്ക് എത്തിയിട്ട് പറയുന്നു, ശ്യാമ കൃത്യസമയത്ത് എത്തിയത് നന്നായി. ഇല്ലെങ്കിൽ ഐശ്വര്യ പാവം ശ്രീകുട്ടിയെ എന്നാലും ഇവിടെ ഓളിച്ചു വിട്ടതല്ലേ, പിന്നെയും ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് ആദ്യം പറയുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും സഹിക്കുന്നതിലും അപ്പുറമായിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് അമൃത പറയുന്നു. ഇപ്പോൾ ഐശ്വര്യ എങ്ങനെയെങ്കിലും ഒഴിവാക്കാം എന്ന് വിചാരിച്ചാൽ അതിന് യാതൊരു വഴിയും കാണുന്നില്ലെന്നും പോലീസിന്റെ ഒത്താശയോടെയാണ് ഐശ്വര്യ ഇവിടെ കഴിയുന്നതെന്നും ആദ്യം പറയുന്നു. ശരിയാണ്, നിയമപരമായി അരുണിന്റെ ഭാര്യയാണ് ഐശ്വര്യ. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കാനേ കോടതിയും പറയൂ എന്ന് കരുതിയ ഐശ്വര്യയുടെ ഈ ക്രൂരത സഹിക്കാൻ പറ്റുമോ? അതും ഈ കൊച്ചു കുഞ്ഞിനോട്? എന്തായാലും ഇതിനൊരു പരിഹാരം കാണണമല്ലോ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ എന്ത് പരിഹാരം? അനുഭവിക്കുക തന്നെ എന്ന് അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു, എങ്ങനെയെങ്കിലും അരുണിനെ കൊണ്ട് ഐശ്വര്യയുടെ ഡിവോഴ്സ് സംഘടിപ്പിക്കണം, അത്ര തന്നെ. അതിനൊരിക്കലും ഐശ്വര്യ സമ്മതിക്കില്ല. ഡിവോഴ്സിന് ഐശ്വര്യ ഒപ്പിട്ട് തരില്ല എന്ന്
അമൃത പറയുന്നു. അരുൺ കോടതിയിൽ ഡിവോഴ്സ് ആവശ്യപ്പെട്ടാലും ഓരോ കാരണങ്ങൾ കൊണ്ട് നീട്ടിക്കൊണ്ടു പോകാനേ ഐശ്വര്യ ശ്രമിക്കത്തുള്ളൂ എന്ന് അമൃത പറഞ്ഞപ്പോൾ ആദി പറയുന്നു, അത് ഐശ്വര്യയുടെ തന്ത്രമാണ്. ഇവിടെ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങിക്കിടക്കണം, എന്നിട്ട് അവളുടെ വാശിയെല്ലാം നേടണം. അത്രയേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഐശ്വര്യ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അത്രയേ ഉള്ളൂ എന്ന്. അതിനെന്താണ് വഴി? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നും ആദി പറയുന്നുണ്ട്. എന്ത് വഴി? നമ്മൾ വിചാരിച്ച എന്ത് ചെയ്യാനാ? രണ്ടും കൽപ്പിച്ച് നിൽക്കല്ലേ ഐശ്വര്യ എന്ന് അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, ഇനിയും അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അമൃതേട്ടത്തി. എന്തെങ്കിലും ശാശ്വതമായ പരിഹാരം ഉടൻ കാണണം. ഇല്ലെങ്കിൽ ഇവിടെ പാവം ശ്രീകുട്ടിയുടെയും അശ്വതി ചേച്ചിയുടെയും കാര്യം പോക്കാണ്. വഴി ഉണ്ടാവണം ആദ്യേട്ടാ. ഞാനതിന് ഉറപ്പായിട്ടും ഒരു മാർഗം കാണുമെന്നും ശ്യാമ പറയുന്നു. വെറുതെ പറയും എന്നല്ലാതെ ഒന്നും നടക്കുന്ന കാര്യമല്ലെന്ന് ആദ്യം പറഞ്ഞപ്പോൾ ശ്യാമ ഉറപ്പിച്ച് പറയുന്നു, നടക്കും ആദ്യേട്ടാ, എല്ലാം നമ്മൾ നടത്തും. ശ്യാമയാണ് പറയുന്നത്. ഐശ്വര്യടുത്ത് മുൻപ് ഇവിടെ കാണിച്ചു കൂട്ടിയ ഓരോ കാര്യത്തിനും വ്യക്തമായ എവിഡൻസ് ഇല്ല. തെളിവില്ലാത്ത ഓരോ കാര്യവും കോടതി അംഗീകരിക്കില്ല. ഇനി അത് പറ്റില്ല. ഐശ്വര്യടുത്ത് ഇവിടെ ആർക്കെതിരെ ചെറു വിരൽ അനക്കിയാലും അത് അപ്പോൾ നമ്മൾ അറിയണം. ഐശ്വര്യടുത്ത് ചെയ്യുന്ന ഓരോ ദുഷ്പ്രവൃത്തിക്കും അതിന് തെളിവ് നമ്മൾ കണ്ടെത്തണം. അത് ഞാൻ ചെയ്യും എന്ന് ശ്യാമ പറയുന്നു. ഐശ്വര്യടുത്തേക്കെതിരെ തെളിവ് ഞാൻ ഉണ്ടാക്കുമെന്നും അല്ലാതെ ഇനി പറ്റില്ല എന്നും ശ്യാമ. മോള് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ശ്യാമ വീണ്ടും പറയുന്നു, മനസ്സിലാവും ആദ്യേട്ടാ, ഉറപ്പായിട്ടും ഐശ്വര്യത്തിൽ നിന്നും അരുണേട്ടനെയും ഈ കുടുംബത്തെയും ഞാൻ രക്ഷിക്കും. എൻ്റെ കണ്ണൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ എല്ലാത്തിനും എൻ്റെ ഒപ്പം ഉണ്ടാവും തീർച്ച എന്ന് ശ്യാമ ഉറപ്പ് കൊടുക്കുകയാണ് അവർക്ക്. പിന്നീട് കാണിക്കുന്നത് രാത്രി വർമ്മയുടെ അടുത്തിരുന്ന് സ്വത്തിൻ്റെ കാര്യം സംസാരിക്കുകയാണ് വസുന്ധര. ആ വക്കീലിനെ ഒന്ന് വിളിക്കേ, അന്ന് നമ്മൾ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് തയ്യാറായോ എന്നറിയണം. അങ്ങനെ വക്കീലിനോട് സംസാരിക്കുകയാണ് വർമ്മ. നമ്മൾ സംസാരിച്ച ഡോക്യുമെൻറ്റിൻ്റെ കാര്യം എന്തായെന്ന് ചോദിക്കുന്നു. അത് റെഡിയായി വരുന്നു, നാളെയോ മറ്റന്നാളോ ഡോക്യുമെൻ്റ് റെഡിയാവും, അപ്പോൾ ഞാൻ അവിടേക്ക് വരാമെന്ന് വക്കീൽ പറയുന്നുണ്ട്. എത്രയും വേഗം ഓക്കെ ആയാൽ അത്രയും ഉപകാരം എന്ന് വർമ്മ. നമുക്ക് പെട്ടെന്ന് ശരിയാക്കാം എന്ന് വക്കീൽ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു, പിന്നെ ശ്യാമയുഗി ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്യുമെൻറ്റ്സുമായി ഉടൻ ഞാനങ്ങ് എത്തും, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വെച്ചു. ഈ സമയത്താണ് ശ്യാമ അവരുടെ അരികിലേക്ക് വരുന്നത്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേരിൽ സ്വത്ത് എഴുതുന്ന കാര്യം അത് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്ന് ശ്യാമ അവരോട് പറയുന്നു. ഇനി എന്താലോചിക്കാൻ, എല്ലാം തീരുമാനിച്ചതല്ലേ എന്ന് വർമ്മ. അമ്മേ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ മറ്റാരും എതിർക്കില്ല എന്ന് കരുതി അത് ശരിയാണോ എന്ന് ശ്യാമ ചോദിക്കുകയാണ് അവരോട്. അമ്മയെങ്കിലും ഇതിനൊരു ഫൈനൽ തീരുമാനം ഉണ്ടാക്കണമെന്നും ശ്യാമേ, ഞാനും ആനന്ദേട്ടനും ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണിത്. ഒന്നും മണ്ടൻ തീരുമാനമല്ല, ഈ കുടുംബത്തിലെ എല്ലാവരുടെയും രക്ഷയ്ക്കാണെന്നും അതുമാത്രം മനസ്സിലാക്കിയാൽ മതിയെന്നും വസുന്ധര പറയുകയാണ് ശ്യാമയോട്. ഇനി ഇതേപ്പറ്റി ഒരു ചർച്ച വേണ്ട എന്നും പറയുന്നു. അമ്മേ, എന്നാ ഞാൻ മറ്റൊരു തീരുമാനം പറയട്ടെ, നിങ്ങൾ കേൾക്കൂ എന്ന് ശ്യാമ. പറയെ പറ്റുന്നതാണെങ്കിൽ കേൾക്കാമെന്ന് വസുന്ധര. ശ്രീകുട്ടിക്ക് സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന എൻ്റെ ഒരു അഭിപ്രായമെന്ന് ശ്യാമ പറയുന്നുണ്ട്. അത് ശരിയാണ്. ആദിയുടെ മക്കൾക്ക് 5 സ്വത്തുക്കൾ അവരുടെ മക്കളുടെ പേരിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ പരിഗണന ശ്രീകുട്ടിക്ക് വേണം എന്ന് വർമ്മ പറയുന്നുണ്ട്. അല്ലമ്മേ, അമ്മയൊന്നും പറഞ്ഞില്ല എന്ന് ശ്യാമ പറയുന്നു. എന്തായാലും ശ്യാമ ഇത് ഓർമ്മിപ്പിച്ചത് നന്നായി. ശ്രീകുട്ടിക്കും സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതാണെന്ന് വസുന്ധര പറയുന്നു. ആനന്ദേട്ട, അപ്പോൾ അങ്ങനെ തീരുമാനിക്കാമല്ലേ എന്ന് വസുന്ധര. അത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് വർമ്മ പറയുന്നു. അപ്പോൾ അഡ്വക്കേറ്റിനെ വിളിച്ച് ആനന്ദേട്ടൻ പറയുമോ ഞാൻ പറയണോ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റിനെ വിളിക്കാൻ തുടങ്ങുകയാണ് വർമ്മ. ശ്യാമ വീണ്ടും വിളിക്കുന്നു. അച്ഛാ, ഒരു കാര്യം കൂടി, ഞാനിവിടെ ഇല്ലെങ്കിലും ശ്രീകുട്ടിയുടെയും അശ്വതിയുടെയും കാര്യത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. അത് പ്രധാനമാണെന്ന് പറയുന്നുണ്ട്. ടെൻഷനോടെ എന്താ ഇപ്പോൾ ഇങ്ങനെ പറയാൻ, ഐശ്വര്യ മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ എന്ന് വർമ്മ ചോദിക്കുന്നുണ്ട്. ശ്യാമേ, ഐശ്വര്യ ശ്രീകുട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്ന് വസുന്ധരയും ചോദിക്കുന്നു. ടെൻഷനോടെയാണ് രണ്ടുപേരും ചോദിക്കുന്നത്. ശ്യാമ പറയുന്നു, അല്ലമ്മേ, കുഞ്ഞല്ലേ, സൂക്ഷിക്കണം, ഒരു പേടി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് ശ്യാമ അവരോട് പറഞ്ഞില്ല. എന്നാ ശരിയെന്ന് പറഞ്ഞ് ശ്യാമ പോകുന്നു. ആനന്ദേട്ട, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഐശ്വര്യ ഈ വീട്ടിൽ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ ഞാൻ അവളെ ജീവനോടെ വെച്ചേക്കില്ലെന്ന് വസുന്ധര. താനിങ്ങനെ എമോഷണൽ ആവാതെ എല്ലാത്തിനും വഴി ഉണ്ടാവുമെന്നേ, നമുക്ക് നോക്കാം എന്ന് വർമ്മ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാവിലെ ശ്യാമ പാട്ട് പ്രാക്ടീസ് ചെയ്യാണ്. അത് വീട്ടിനുള്ളിൽ. എന്നാൽ ശ്യാമയ്ക്ക് നന്നായി പാടാൻ സാധിക്കുന്നില്ല. അഖിൽ അരികിൽ തന്നെ നിൽക്കുന്നു. കണ്ടിന്യൂസ് പ്രാക്ടീസ് ഇല്ലാഞ്ഞിട്ടാണ് പ്രശ്നമാവോ എന്നൊക്കെ അഖിൽ ചോദിക്കുന്നു. ശരിയാണ്, നീ കുറച്ച് ചൂടുവെള്ളം കുടിക്കുന്ന പറഞ്ഞ അഖിൽ. ചെന്നൈയിലോ മറ്റോ വെച്ച് മ്യൂസിക് റെക്കോർഡിങ് ചെയ്യുമെന്ന എൻ്റെ പേടി. നമ്മുടെ ഭാഗ്യത്തിന് എന്തായാലും നാളെ ട്രിവാൻഡ്രത്താണ് നമ്മുടെ റെക്കോർഡിങ് എന്ന് അഖിൽ പറയുകയാണ്. ശ്യാമ ചൂടുവെള്ളം കുടിക്കുന്നു. അവിടേക്ക് ഐശ്വര്യ വരുന്നുണ്ട്. പ്രഗ്നൻസി ടൈമല്ലേ, ശ്യാമയുടെ യാത്ര പ്രശ്നമായതിനാലാണ് എൻ്റെ ഈ ഓപ്ഷൻ സമ്മതിച്ചത്. അത് എന്തായാലും സൗകര്യമായി. ദേഷ്യത്തോടെ ഐശ്വര്യ ഇത് കേൾക്കുന്നു. പാടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസറെ ഇന്ന് തന്നെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേണോ?
ഇടയ്ക്കിട്ട് ശ്യാമ പറയുന്നു, ഏയ് തൊണ്ടയ്ക്ക് പ്രശ്നമായതാണ്, അല്ലാതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. റെക്കോർഡിംഗ് തീരുമാനിച്ചതുപോലെ നാളെ തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ തൊണ്ടയുടെ പ്രശ്നം ഓക്കെ ആയി, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ എന്ന് ശ്യാമ പറയുന്നുണ്ട്. അങ്ങനെ ശ്യാമ വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പാടുകയാണ് ശ്യാമ. ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ അഖിൽ പറഞ്ഞു കൊടുക്കുന്നു. ഇതേ സമയം ഐശ്വര്യ വിചാരിക്കുന്നുണ്ട്, നാളെയാണ് തമിഴ് ബ്രഹ്മാണ്ഡ ചിത്രത്തിൻ്റെ റെക്കോർഡിങ്. ശരി എടി ശ്യാമയെ, നാളെ നിന്റെ പാട്ടും നിന്നെയും ഞാൻ റെഡിയാക്കി തരാമെന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഒരു ഓട്ടോയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് എവിടെ പോയി, ഇവിടെ നിൽക്കാന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുകയാണ്. അവിടേക്ക് ഒരാളെ വിളിക്കുന്നുണ്ട്. അവിടെ അയാൾ വന്നു. നീ എവിടെയാണെന്ന് ചോദിക്കുന്നു. മേഡം പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി, മേഡത്തിനെ ഞാൻ കണ്ടു എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നു. അപ്പോൾ നാളെ ശ്യാമയുടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഐശ്വര്യ, മേഡം പറഞ്ഞല്ലോ നമ്മൾ എന്തിനാലും നിശ്ചയിച്ച കാര്യം നടന്നിരിക്കും എന്നൊക്കെ അയാൾ പറയുന്നു. ഈ റെക്കോർഡിംഗ് എങ്ങനെയെങ്കിലും തകർക്കാനുള്ള വഴിയാണ് ഇപ്പോൾ രണ്ടുപേരും ആലോചിക്കുന്നത്. അവൾ പാടരുത്, ആ ബ്രഹ്മാണ്ഡ തമിഴ് ചിത്രത്തിൽ അവൾ പാടരുത്, അത് എൻ്റെ ഒരു വാശിയാണെന്ന് ഐശ്വര്യ. മേഡം പറഞ്ഞതുപോലെ ഷോക്കടിപ്പിച്ച ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശ്യാമയെ പോലെ ഒരു നല്ലൊരു ഗായികയെ, പോലീസും കേസുമായ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകും. എന്തായാലും എന്നെ ചോദ്യം ചെയ്യുമെന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, അയാളെ തീർക്കുക എന്ന് വെച്ചാൽ സിമ്പിൾ കാര്യമാണോ? അതിന് നിനക്ക് ഞാൻ തരുന്നത് 1 2 രൂപയല്ല 10 ലക്ഷം രൂപയാണ്. അതെ, ക്യാഷിന് വലിയ അത്യാവശ്യമുണ്ട്, അതാണ് ഞാൻ ഇത് റെഡിയായത്. എനിക്ക് വേറെ നിവൃത്തിയില്ലാണ്ടായിപ്പോയി. ഐശ്വര്യ പറയുന്നു, ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ നീ ഇതൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ എന്താ ഒരു ഭയം പോലെ? ഇത് ശരിയാവില്ല, ഞാൻ പറഞ്ഞേക്കാം. ഇല്ല മേഡം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ നേറ്റു, അത് നാളെ സംഭവിച്ചിരിക്കും. മേഡം ധൈര്യമായിട്ട് പൊക്കോളൂ, ഞാനത് ചെയ്തിരിക്കും തീർച്ച. ഇടയ്ക്കേട്ട് ഐശ്വര്യ പറയുന്നു, അപ്പോൾ നാളെ ചൂടുള്ള വാർത്ത ഇതായിരിക്കും അല്ലേ? തമിഴ് ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ പാട്ട് റെക്കോർഡിങ്ങിനിടയിൽ പ്രശസ്ത ഗായിക ശ്യാമ ഷോക്കേറ്റു മരിച്ചു അല്ലേ? ഡൺ ഏറ്റു എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. സന്തോഷത്തോടെ ഐശ്വര്യയും നിൽക്കുന്നു. ഇതേ സമയം ശ്യാമയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പ്രൊഡ്യൂസറും എല്ലാവരും. ഇന്നാണ് റെക്കോർഡിംഗ്, കറക്റ്റ് ടൈമിൽ ശ്യാമ എത്തിയിരിക്കും. മ്യൂസിക് ഡയറക്ടറും ആൾക്കാരും റെഡിയല്ലേ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അവിടേക്ക് ശ്യാമയും അഖിയും എത്തുന്നുണ്ട്. ശ്യാമയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവർ. ശ്യാമയും വളരെ സന്തോഷത്തോടെ തന്നെ കാറിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഐശ്വര്യ ഏർപ്പാടാക്കിയ ആ പയ്യനും അവിടെ ഉണ്ടായിരുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.